നമസ്കാരം. ഹിസ്ബുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടലുകളിൽ വീണ്ടും നിലപാട് വ്യക്തമാക്കി അമേരിക്ക. ഹിസ്ബുള്ള തീവ്രവാദം അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങൾ ഇസ്രായേലിനോട് വെടിനിർത്താൻ ആവശ്യപ്പെടുകയുള്ളൂ എന്ന് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഹിസ്ബുള്ള നിരന്തരമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുകയും എന്നിട്ട് ഇസ്രായേൽ വെടിനിർത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് പ്രായോഗികമായ കാര്യമല്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ള ആദ്യം സ്വന്തം അനുയായികളോട് തീവ്രവാദി ആക്രമണങ്ങൾ നിർത്താൻ ആവശ്യപ്പെടണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ തങ്ങൾ മുൻകൈയെടുത്ത് ഇസ്രായേലിനോട് ലെബനനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ പറയാം എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഹസൻ നസറുള്ള തീവ്രവാദി ആക്രമണങ്ങൾ തടയുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അയാളുടെ സംസാരത്തിൽ നിന്ന് കൂടുതൽ ആക്രമണങ്ങൾ നടത്തും എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സ്ഫോടന പരമ്പരകളിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്കക്കാരെ അറിയിച്ചിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇസ്രായേലിനെല്ലാം കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് നേരത്തെ അമേരിക്കക്കാരെ നിഷേധിച്ചിരുന്നു. വീണ്ടും ഒന്നുകൂടി ഹിസ്ബുള്ളയോട് അമേരിക്ക ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആദ്യം തീവ്രവാദം അവസാനിപ്പിക്കുക, ആക്രമണങ്ങൾ നിർത്തിവയ്ക്കുക, എങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം നടത്താൻ പറയാം എന്നാണ്. ഇത് വ്യക്തമായ സൂചന തന്നെയാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങൾക്ക് തിരിച്ചടിക്കാനായി ഹിസ്ബുള്ള സർവ്വശക്തി ഉപയോഗിച്ചിപ്പോൾ പോരാടാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല എന്ന് ഹിസ്ബുള്ളയ്ക്ക് നന്നായിട്ട് അറിയാം. ഹസൻ നസറുള്ളയെ പോലുള്ള അപൂർവം നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയിൽ അവിടെ ജീവനോടെ ഉള്ളത്, അതല്ലെങ്കിൽ പരിക്കേൽക്കാതെ ഉള്ളത്. ബാക്കി ഭൂരിപക്ഷം പേർക്കും ഗുരുതരമായ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക വീണ്ടും അവരുടെ നിലപാട് കർശനമാക്കിയത്. ഇതൊരു താക്കീതായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് അമേരിക്ക നൽകുന്നത്, നിങ്ങൾ തീവ്രവാദം അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ ഈ ആക്രമണം തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇതിൻ്റെ വ്യക്തമായ നിലപാട് അമേരിക്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ കൈവശമുള്ള ഏറ്റവും അധികം ആയുധങ്ങൾ അമേരിക്കയുടേതാണ്. അമേരിക്കയിൽ നിന്ന് ഈയിടെയും വൻതോതിലുള്ള ആയുധശേഖരം ഇസ്രായേൽ സ്വന്തമാക്കിയിരുന്നു. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് F-15 ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ. അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ഈ യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് 25ഓളം എണ്ണമാണ് ഇസ്രായേൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ശത്രുവിൻ്റെ റഡാറിൻ്റെയൊക്കെ കണ്ണുവെട്ടിച്ച് വളരെ ഉയരത്തിൽ പറന്ന് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനൊക്കെ ഏറെ സഹായമാകുന്ന സംവിധാനങ്ങളുള്ള വിമാനമാണ് F-15. കൂടാതെ എക്കാലത്തും ഇസ്രായേലിൻ്റെ ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളിയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇത്തരത്തിലുള്ള ഒരവസ്ഥ വരുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി കടമയാണെന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ മാത്യു മില്ലർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിങ്ങളാദ്യം തീവ്രവാദം അവസാനിപ്പിക്കൂ, നിങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കൂ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടാം, ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടാമെന്ന്. പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് തൽക്കാലം അവരുടെ അഭിമാന പോരാട്ടം എന്ന നിലയിൽ, കാരണം തകർന്ന തരിപ്പണമായൊരു സംഘടന അതിൻ്റെ അവസാന പോരാട്ടം കൂടെ നടത്താനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ഹസൻ നസറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ദിവസം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ചോദ്യം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വടക്കൻ അതിർത്തിയിൽ ശക്തമായ തോതിൽ തന്നെ സൈനിക വിന്യാസം നടത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് ഇനി ഹിസ്ബുള്ളയ്ക്ക് നേരെ കനത്ത ആക്രമണം തന്നെ അവർ അഴിച്ചുവിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അതിരൂക്ഷമായ തോതിലാണ് ഇസ്രായേൽ സൈന്യം അവിടെ ആക്രമണം നടത്തിയത്. ഹമാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം.